ഹായ് ഫ്രണ്ട്സ്, ഒരു നാടൻ ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ? നമുക്ക് നോക്കാം. ചാവക്കാട് ബീച്ചിൽ നിന്ന് വാങ്ങിയ ചെമ്മീൻ നാട്ടിൽ കൊണ്ടുവന്ന് നന്നാക്കി ക്ലീനാക്കി കഴുകിയെടുത്ത് അതിലേക്ക് നമുക്കാവശ്യമായ സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. അതായത് ഉള്ളി ചെറുതായി അരിയണം. ഒരു 2-3 ഇരിക്കട്ടെ. തനി നാട്ടിൻപുറം സ്റ്റൈലാണ്. കട്ടിംഗ് ബോർഡിൻ്റെയൊക്കെ കളർ നന്നായിട്ട് പോയിട്ടുണ്ട്. അമ്മയോട് പറയും ഇത് മാറ്റിക്കൂടെ, കളഞ്ഞുകൂടെ എന്നൊക്കെ. സമ്മതിക്കത്തില്ല. പുതിയതെല്ലാം എടുത്ത് അലമാരയിൽ വെച്ച് പഴയത് മാത്രം കഴുകി വൃത്തിയാക്കി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അത് നാട്ടിൻപുറത്തെ അമ്മമാരുടെ ശീലമല്ലേ, മാറ്റാൻ പറ്റില്ല. അത് പോട്ടെ, നമുക്ക് നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് വരാം. ചെമ്മീനിന് ആവശ്യമായ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ അരിഞ്ഞു കഴിഞ്ഞു. ഇനി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുക്കുക. വെളുത്തുള്ളിയുടെ മുകളിലെ തോല് മാത്രം കളഞ്ഞാൽ മതി, ഫുള്ള് തോല് കളയണ്ട. നാട്ടിലാവുമ്പോൾ പിന്നെ എല്ലാ ഐറ്റത്തിനും ചെറിയുള്ളി മസ്റ്റാണ്. അതും കൂടെ പൊടിയായി അരിഞ്ഞെടുക്കുക. തക്കാളിയുടെ മൂക്കെല്ലാം കളഞ്ഞ് നന്നായിട്ട് ചതുരത്തിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. തക്കാളി അരിയാൻ ചൈനീസ് കത്തിയൊന്നും പറ്റില്ല, നമ്മുടെ നാടൻ കത്തി തന്നെ പറ്റുള്ളൂ. അപ്പം ഇനി അധികം സമയം കളയാതെ നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വലിയുള്ളി, പച്ചമുളക് എന്നിവ ഒരുമിച്ച് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി വരാൻ അതിലേക്ക് ഒരൽപ്പം കല്ലുപ്പ് വാരി വിതറാം. ഉള്ളി ഒന്ന് നന്നായി വാടി വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി അതിലേക്ക് ചേർക്കാം. തക്കാളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർക്കാം. ചെമ്മീൻ അഥവാ കൊഞ്ച് അഥവാ പ്രോൺസ് എന്ത് വേണമെങ്കിലും വിളിക്കാം. ഒരൽപ്പം നാടൻ കറിവേപ്പില കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. ഒരു 1.5 സ്പൂണ് മുളക് പൊടി, അതിനുശേഷം 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അത് കഴിഞ്ഞ് ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങയുടെ പരിപാടി തുടങ്ങാം. തേങ്ങ വെട്ടിപ്പൊളിച്ച് ചിരവിയെടുത്ത് അത് അരച്ചെടുത്ത് നമുക്ക് ചേർക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ ചേർക്കേണ്ടത് ഒരു 1/4 സ്പൂണ് ജീരകവും അതിനോടൊപ്പം ഒരു സ്പെഷ്യൽ ഐറ്റം, അതായത് കുറച്ച് കടുക്, അതും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ല മൈമൈ പോലെ അരച്ചെടുക്കാം. ഇത് ഇത്രത്തോളം അരയണം, നന്നായിട്ട് അരയട്ടെ. എടുത്ത് നന്നായി തിളച്ച ചെമ്മീൻ കറി ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് മിക്സി ജാറും കൂടെ ഒന്ന് ഒലമ്പിയെടുത്ത് അതിലേക്ക് ചേർക്കുക. ശേഷം മേലോടെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക.
തൊട്ടും തൊടാമലും പട്ടും പടാമലും അളക്കണം. പാലക്കാടൊക്കെ എന്താ ചൂട്, മുട്ടത്തലയൊക്കെ വേർത്തു. പാചകം ഒരു കലയാണ്, അതുണ്ടാക്കാൻ ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. അപ്പോൾ ഫ്രണ്ട്സ്, അതീവ രുചികരമായ നാടൻ പ്രോൺസ് കറി അഥവാ ചെമ്മീൻ കറി, ഫ്രഷ് ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. താങ്ക് യു. വീഡിയോ കാണുന്നവർ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ, ഒരു ലൈക്ക് ബട്ടൺ, ഒരു ഷെയർ ബട്ടൺ അടിച്ചാൽ ഉത്തമം. താങ്ക് യു.